തെരഞ്ഞെടുപ്പിനിടെ ഉണ്ടായ സംഘർഷത്തിൽ KSU SFI പ്രവർത്തകർക്കെതിരെ കേസെടുത്തിരിക്കുകയാണ്. കണ്ടാൽ അറിയാവുന്ന 300 പ്രവർത്തകർക്കെതിരെയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. വിഷ്ണു, നേരത്തെ KSU പ്രവർത്തകർക്കെതിരെ മാത്രമായിരുന്നു കേസെടുത്തിരുന്നത്. അതിനെ തുടർന്ന് KSU പ്രവർത്തകർ പോലീസിനോട് പരാതി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ SFI പ്രവർത്തകർക്കെതിരെയും കേസെടുത്തിരിക്കുകയാണ്. എന്തെല്ലാമാണ് കൂടുതൽ വിവരങ്ങൾ? അനുപ്രിയ, KSU പ്രവർത്തകരും SFI പ്രവർത്തകരും തമ്മിലുള്ള സംഘർഷം വലിയ തോതിൽ ഒരു വിഷയമായി മാറിയിരുന്നു 2 ദിവസങ്ങൾ മുമ്പാണ്. അതായത് കഴിഞ്ഞ ദിവസത്തിന് മുമ്പാണ് ഈ രാത്രി ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സെനറ്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു സംഘർഷം ഉണ്ടായിരിക്കുന്നത്. ഈ സംഘർഷത്തിൽ നിരവധി കേടുപാടുകൾ ഉണ്ടായിട്ടുണ്ട്. പലർക്കും പരിക്കേറ്റിരുന്നു. പോലീസിന് പോലും പരിക്കേറ്റ സാഹചര്യം ഉണ്ടായിരുന്നു. പോലീസ് ബലം പ്രയോഗിച്ചാണ് ഈ വിഷയത്തെ നിയന്ത്രിച്ചത്. ഈ ഒരു ഘട്ടത്തിൽ KSUവിനെതിരെ കഴിഞ്ഞ ദിവസം ഈ തെരഞ്ഞെടുപ്പ് ചുമതലയിലുണ്ടായിരുന്ന തൊഴിലാളികൾ, അതായത് ഈ ജീവനക്കാർ പരാതി നൽകിയിരുന്നു. കന്റോൺമെന്റ് പോലീസിലായിരുന്നു പരാതി നൽകിയത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ KSU പ്രവർത്തകർക്കെതിരെ ഇന്നലെ കേസെടുത്തിരുന്നു. എന്നാൽ SFI പ്രവർത്തകർക്കെതിരെ കേസെടുത്തില്ല എന്നുള്ളൊരു പരാതിയും രംഗത്ത് വന്നിരുന്നു. അതിന് പിന്നാലെയാണ് സർവകലാശാല രജിസ്ട്രാർ പരാതി നൽകിയിരിക്കുന്നത്. 1,20,000 രൂപയുടെ നാശനഷ്ടമുണ്ടെന്ന പോലീസ് FIR ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ PDP ഉൾപ്പെടെ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. 40 കസേരകളും 2 മേശകളും നശിപ്പിച്ചതായാണ് ഇപ്പോൾ വിവരം. അതോടൊപ്പം തന്നെ മറ്റ് പല കേടുപാടുകളും ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം കണ്ടാൽ അറിയാവുന്ന 300 KSU പ്രവർത്തകർക്കെതിരെയും SFI പ്രവർത്തകർക്കെതിരെയുമാണ് കേസെടുത്തിരിക്കുന്നത്. 300 പേരെ പോലീസ് FIR ഇട്ടിട്ടുണ്ട്. കണ്ടാൽ അറിയാവുന്നവർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. SFIക്കെതിരെ കേസെടുത്തില്ല എന്നുള്ള ഒരു പരാതിക്ക് ഒരു അന്ത്യം വന്നിട്ടുണ്ട്. ഏതായാലും SFI KSU പ്രവർത്തകർക്കെതിരെ നടപടിയെടുക്കാൻ തന്നെയാണ് തീരുമാനം. കന്റോൺമെന്റ് പോലീസാണ് കേസെടുത്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈ രജിസ്ട്രാർ കേസ് നൽകുമെന്ന് അറിയിച്ചിരുന്നു. അതിന് പിന്നാലെ വൈകിയാണ് ഈ രജിസ്ട്രാർ കേസ് നൽകിയിരിക്കുന്നത്. ഏതായാലും SFI പ്രവർത്തകർക്കെതിരെയും നടപടി ഉണ്ടാകുമെന്നാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസ് ചുമത്തിയിരിക്കുന്നത്. അനുപ്രിയ. വിഷ്ണു, ഇപ്പോൾ സംഘർഷത്തെ തുടർന്ന് കേരള സർവകലാശാല സെനറ്റ് തെരഞ്ഞെടുപ്പ് നിർത്തിവെച്ചിട്ടുണ്ടായിരുന്നു. ഇനി മറ്റൊരു തീയതിയിലേക്ക് തെരഞ്ഞെടുപ്പ് നടത്താനുള്ള സാധ്യതയുണ്ടോ? അത്തരം റിപ്പോർട്ടുകൾ ഇപ്പോൾ ലഭ്യമാണോ? അനുപ്രിയ, തെരഞ്ഞെടുപ്പ് നിർത്തിവെച്ചു എന്നല്ല, പൂർണ്ണമായും റദ്ദാക്കിയെന്നാണ് ഇപ്പോൾ അറിയാൻ പറ്റുന്ന വിവരം. ഏതായാലും ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ടായ സംഘർഷം, ബാലറ്റുകൾ മോഷണം പോയി എന്നാണ് ഇരുവിഭാഗക്കാരും പറഞ്ഞിരുന്നത്. പരസ്പരം തമ്മിൽ തല്ലുണ്ടാകുന്നതും സംഘർഷം വലുതാകുന്നതിന്റെ കാരണം അത് തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നം നിലനിന്നപ്പോൾ തന്നെ ആ പ്രശ്നം പരിഹരിക്കുന്ന ആ സാഹചര്യത്തിൽ തന്നെ സർവകലാശാല ഒരു തീരുമാനമെടുത്തിരുന്നു. തെരഞ്ഞെടുപ്പ് റദ്ദാക്കി എന്നുള്ള ഒരു അറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ അതിനുശേഷം അടുത്ത തെരഞ്ഞെടുപ്പ് എപ്പോഴാണ് എന്നുള്ള കാര്യത്തിൽ ഇതുവരെയും ഒരു തീരുമാനമുണ്ടായി മറ്റു കാര്യങ്ങളെല്ലാം ഇനി വഴിയെ മാത്രമാണ് അറിയാൻ സാധിക്കുക. എന്തായാലും നിലവിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് റദ്ദാക്കി എന്നുള്ളതും അടുത്ത തെരഞ്ഞെടുപ്പിന്റെ കാര്യം ഇതുവരെയും അറിയിച്ചിട്ടില്ല എന്നുള്ളതുമാണ് ഏറ്റവും പുതുതായിട്ട് വരുന്ന വിവരം. കേരള സർവകലാശാല സെനറ്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള സംഘർഷത്തിൽ KSU SFI പ്രവർത്തകർക്കെതിരെ പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുകയാണ്. കണ്ടാൽ അറിയാവുന്ന 300 പേർക്കെതിരെയാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത്. വിശദാംശങ്ങളാണ് വിഷ്ണു നൽകിയത്.